ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹസമ്പന്നരായ വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതത്തെ തഖ്വയുള്ള ജീവിതമാക്കി തീർക്കുകയും പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ മരണം വരെ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അതിനെ സഹായിക്കുകയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഒരടിമ തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു തആലയെ അവൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഒരടിമ അള്ളാഹുമായി ഏറ്റവും അടുപ്പവും സാമീപ്യവും നേടുന്നവനായി മാറുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രത്യേകം അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇഅലം, ഓരോരുത്തരെയും മനുഷ്യനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ഇഅലം, നീ പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം, അന്വേഷിക്കണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള ആ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, ആ പഠനം, അത് നീ നിർബന്ധമായും നിന്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കൊണ്ടുവരികയും അത് തേടിപ്പിടിക്കുകയും പഠിക്കുകയും വേണമെന്നാണ് വിശുദ്ധ ഖുർആൻ അതോട് നമ്മെ കൽപ്പിക്കുന്നത്. അറബിയിൽ ഒരു തത്വമുണ്ട്, ലൗ അറഫൽ അബ്ദു കുല്ല ശൈഇൻ വലം യഅരിഫ് റബ്ബ ഫകഅന്നഹു ലം യഅരിഫ് ശൈഅ. ഒരാൾക്ക് ദുനിയാവിലെ എല്ലാ വിവരമുണ്ട്, എന്ത് ചോദിച്ചാലും അവന് നമ്മളെ ഭാഷയിൽ പറയുന്ന പോലെ എ ടു സെഡ് പറഞ്ഞു തരും. വലം യഅരിഫ് റബ്ബ, പക്ഷെ അവൻ്റെ റബ്ബിനെ കുറിച്ച് അവനക്ക് അറിയില്ല. ഫകഅന്നഹു ലം യഅരിഫ് റബ്ബ എന്ന് പറഞ്ഞത് അവൻ ഒന്നും അറിയാത്തവനെ പോലെയാണ്. വളരെ സത്യസന്ധമായ ഒരു തത്വമാണ്, പ്രസ്താവനയാണത്. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിനെ അറിയാൻ അള്ളാഹു പഠിപ്പിച്ച മാർഗങ്ങളാണ് അവൻ്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ അള്ളാഹിനെ കുറിച്ച് അറിയണമെന്ന്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് വിശിഷ്ടമായ ഉന്നതങ്ങളായ നാമങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കണം. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, അള്ളാഹ് പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ട ശരിയായ മാർഗത്തിലൂടെ അവർ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല.
അതുകൊണ്ടാണ് അള്ളാഹിനെ കുറിച്ചൊരു ഗാംഭീര്യം അവർക്ക് ജീവിതത്തിൽ ഇല്ലാത്തത്. അള്ളാഹുവിൻ്റെ ഒട്ടനവധി നാമങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെയും ഖുർആനിലില്ലാത്ത പല നാമങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു നാമമാണ് അസ്സിത്തീർ അല്ലെങ്കിൽ അസ്സത്തീർ എന്നുള്ള നാമം. സാധാരണ നമ്മൾ ആളുകൾക്ക് പേരിടുമ്പോൾ സത്താർ അല്ലെങ്കിൽ അബ്ദുസത്താർ എന്ന് പേരിടും. അങ്ങനെ അബ്ദു ചേർത്ത സത്താർ എന്നുള്ളൊരു പേര് അള്ളാഹ്ക്കില്ല. അത് അള്ളാഹിൻ്റെ പേരിലേക്ക് ചേർത്ത് അബ്ദുൽ ഷഹീദ്, അബ്ദുറഹ്മാൻ, അബ്ദുള്ള എന്നൊക്കെ അള്ളാഹിൻ്റെ പേരാണ്. അപ്പം അതിലേക്ക് അള്ളാഹിൻ്റെ അടിമ, റഹ്മാനായ റബ്ബിൻ്റെ അടിമ എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ചില ആളുകൾ അബ്ദുസത്താർ എന്നിടും. അങ്ങനെ സത്താർ എന്നുള്ളൊരു പേര് ഹദീസിലോ ഖുർആനിലോ അള്ളാഹ്ക്കുണ്ട് എന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്ന് അസ്മാഉൽ ഹുസ്നയെ ചർച്ച ചെയ്ത് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായി എടുത്തു കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പൊ സിത്തീറുണ്ട് അല്ലെങ്കിൽ സത്തീറുമുണ്ട്. ഒന്ന് സി ആണെങ്കിൽ ഒന്ന് സ ആണ്. എന്താണ് ഈ നാമം നമ്മെ പഠിപ്പിക്കുന്നത്, തേടുന്നത്? നമ്മളാണ്, മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകളും പാപങ്ങളും കുറ്റങ്ങളും എല്ലാം സംഭവിക്കാറുണ്ട്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും അതുപോലെ രാത്രിയുടെ മറവിലൊക്കെ പല അപരാധങ്ങളും വീഴ്ചകളും മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്നുണ്ട്, സംഭവിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, ഇപ്പോഴും അത് തുടരുന്നുമുണ്ട്. പക്ഷെ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നുണ്ട്. എത്ര മറവിൽ ചെയ്ത കാര്യമാണെങ്കിലും എത്ര ഒളിപ്പിച്ച കാര്യമാണെങ്കിലും അല്ലാഹു അതെല്ലാം അറിയുന്നുണ്ട്. അതാണ് അസ്സിത്തീർ എന്നുള്ള നാമം അത് നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ അല്ലാഹു അത് ജനങ്ങളുടെ മധ്യയിൽ കൊണ്ടുവന്നു നമ്മളെ വഷളാക്കുന്നില്ല, അവഹേളിക്കുന്നില്ല, അപഹാസ്യനാക്കുന്നില്ല, നമ്മളെ ചെറുതാക്കുന്നില്ല. അത് അള്ളാഹുവിൻ്റെ ആ സിത്തീർ എന്ന നാമം അവന് ആ അടിമകളിൽ നിന്നുള്ള വീഴ്ചകളും പോരായ്മകളും അത് ആരും കാണരുത്, അറിയരുത് എന്ന് അള്ളാഹ്ക്ക് ഇഷ്ടവുമുണ്ട്. അങ്ങനെ ആവണമെന്ന്, പടപ്പുകളാകണമെന്നും അള്ളാഹ്ക്ക് നല്ല വലിയ ആഗ്രഹമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പലരുടെയും മാന്യതകളും പോരായ്മകളുമൊന്നും ആളുകൾ അറിയാതെ ഇന്നും ജീവിക്കുന്നത്. അള്ളാഹു അത് മറച്ചു വെക്കുകയാണ്. തൻ്റെ അടിമകളിൽ വന്നു പോകുന്ന വീഴ്ചകൾ അത് ജനമധ്യത്തിൽ കൊണ്ടുവരാതെ, അവരെ അവഹേളിക്കാതെ, വഷളാക്കാതെ, നശിപ്പിക്കാതെ അള്ളാഹു അവൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ടും പ്രത്യേകമായ ഹിക്മത്ത് കൊണ്ടും തൻ്റെ അടിമകളിൽ വന്നു പോകുന്ന വീഴ്ചകളെയും പോരായ്മകളെയും അവൻ ഒളിപ്പിച്ചു വെക്കുകയാണ്, മറപ്പിച്ചു വെക്കുകയാണ്, മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് തലയുയർത്തി ജനങ്ങളുടെ മുന്നിൽ അന്തസ്സായിക്കൊണ്ട് നടന്ന് ജീവിക്കുന്നത്. കുടുംബത്തിലും ഭാര്യയുടെ ഇടയിലും മക്കളുടെ ഇടയിലും നമ്മൾ ജോലി ചെയ്യുന്ന ഇടത്തും ഒക്കെ ഇതൊക്കെ അള്ളാഹ് മറച്ചു വെക്കുകയാണ്. നമുക്കറിയല്ലോ നമ്മൾ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും അത് ഓരോന്നും അള്ളാഹു അത് പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറക്കാൻ, ആ ന്യൂനത പിന്നെ മറച്ചു വെക്കാൻ, ഒളിച്ചു വെക്കാൻ ഇന്നൊരു സംവിധാനത്തിനും സാധിക്കുകയില്ല. അതൊക്കെ നമുക്ക് പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ അള്ളാഹു അതിനൊക്കെ ഒരു പ്രത്യേകമായ ഹിക്മത്തിലൂടെ തൻ്റെ അടിമകൾക്കത് മറച്ച് അവരെ മാന്യമായി ജീവിക്കുവാൻ ഈ ദുനിയാവിൽ അവൻ അവസരം കൊടുക്കുകയാണ്. ഈ നാമം അസ്സിത്തീർ എന്ന നാമം അത് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു തൻ്റെ അടിമകളിൽ ഉണ്ടാകുന്ന വീഴ്ചകളെയും കുറവുകളെയും
മറ്റുള്ളവരെ മുന്നിൽ കൊണ്ടുവരാതെ അത് മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. മഹാനായ സ്വഹാബി യഅല ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തുറന്ന സ്ഥലത്ത് മുണ്ടെടുക്കാതെ ഒരാൾ കുളിക്കുന്നത് കണ്ടു. മുണ്ടെടുക്കാതെ നഗ്നനായിക്കൊണ്ട് ഒരു തുറന്ന ഓപ്പൺ പ്ലേസിൽ. ഇത് കണ്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയുടെ തുടക്കത്തിലുള്ള ഹംദും മറ്റു അള്ളാഹുവിനെ കുറിച്ചുള്ള വാഴ്ത്തലും പുകഴ്ത്തലൊക്കെ നടത്തിക്കൊണ്ട് റസൂല് വളരെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഹാബത്തിനോട്. ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാഅ വസ്സത്ര ഫഇദാ തസല അഹദുകും ഫല്യസ്തതിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു ഹയ്യാണ്. ഹയ്യ് രണ്ട് യാ ഉണ്ട് ഹായിന് ശേഷം. ഹയ്യ്, ഹയ്യ് എന്നുള്ളത് അള്ളാഹുവിന്റെ മറ്റൊരു പേരാണ്. ഇത് ഹയ്യല്ല, ഹയ്യ് എന്നാണ്. അള്ളാഹു ലജ്ജയുള്ളവനാണെന്നാണ്. സിത്തീറുമാണ്. യുഹിബ്ബുൽ ഹയാ, അവൻ ലജ്ജയും അസത്ര മറയും ഇഷ്ടപ്പെടുന്നു. ഫഇദാ അതസല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ കുളിക്കുകയാണെങ്കിൽ ഫല്യസ്തതിർ, അവൻ മറ സ്വീകരിക്കട്ടെ എന്ന് ഈ കാഴ്ച കണ്ട ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വളരെ ഗൗരവത്തോടുകൂടി ഉത്ബോധിപ്പിക്കുന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് അവനവന്റെ ന്യൂനതകളും പോരായ്മകളും മറച്ചുകൊണ്ട് തൻ്റെ പടപ്പുകൾ ജീവിക്കുക എന്നുള്ളത്. അത് ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധിപ്പെടുത്താതെ വെളിപ്പെടുത്താതെ അള്ളാഹുവിനോട് തൻ്റെ വീഴ്ചകളും പോരായ്മകളും പറഞ്ഞ് അവനിലേക്ക് പാപമോചനം തേടി ജീവിക്കുക എന്നുള്ളത് അള്ളാഹു ഏറെ അടിമകളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 110 ആയത്തിൽ പറഞ്ഞു, വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സ, ഒരാൾ ഒരു തിന്മ ചെയ്യുകയോ അല്ല തന്നോട് തന്നെ തൻ്റെ സ്വന്തത്തോട് തന്നെ വല്ല അതിക്രമം ചെയ്യുകയോ ചെയ്താൽ സുമ്മ യസ്തഗ്ഫിരില്ലാഹ്, എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ യജിദില്ലാഹ ഗഫൂറർ റഹീമ, ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവനായി അള്ളാഹുവിനെ അവൻ കണ്ടെത്തുക ചെയ്യുമെന്ന് സൂറത്ത് നിസായിലെ 110 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരിക. അപ്പൊ നമ്മളെ ജീവിതത്തിൽ വല്ല തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അള്ളാഹുവിലേക്ക് പാപമോചനം തേടി കൂടുതൽ നന്മകൾ ചെയ്ത് ആ തിന്മകളെ മായ്ച്ചു കളയാൻ വേണ്ടി റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണമെന്നാണ്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്ന സയ്യാത്ത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. തീർച്ചയായും നന്മകൾ തിന്മകളെ പോക്കിക്കളയുമെന്നാണ്. അപ്പോൾ വീഴ്ചകളും പോരായ്മകളും കുറവുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. കുല്ലു ബനി ആദം ഖത്താഊൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. ആദമിന്റെ മക്കളിൽ നിന്ന് വീഴ്ചകളും പോരായ്മകളും അറിഞ്ഞും അറിയാതെയും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കും. പക്ഷേ ആ തെറ്റുകുറ്റങ്ങളിലും വീഴ്ചകളിലും പോരായ്മകളിലും അവൻ അവിടെ നിൽക്കല്ലോ ചെയ്യേണ്ടത്, മറിച്ച് അത് എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്, കുറവാണ്, തെറ്റുകുറ്റങ്ങളാണ്, സംഭവിച്ചു പോയി എന്ന് അള്ളാഹുവിനോട് പാപമോചനം തേടണം. അവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കും. അതാണ് സുമ്മ യജിദില്ലാഹ ഗഫൂറർ റഹീമ എന്ന് പറഞ്ഞത്. മറ്റൊരു ആയത്തിൽ അള്ളാഹ് പറഞ്ഞു സൂറത്ത് ശൂറയിലെ 25 ആയത്തിൽ, വഹുവല്ലദീ യഖ്ബലു തൗബ അൻ ഇബാദി, അള്ളാഹു തൻ്റെ അടിമകളിൽ നിന്ന് പശ്ചാത്താപത്തെ സ്വീകരിക്കും. വയഅഫു അൻ സയ്യാത്ത്, അവരുടെ തിന്മകൾ അവൻ മായ്ച്ച് വിട്ട് മാപ്പാക്കി കൊടുക്കും. വയഅലമു മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു അറിയുന്നുണ്ടെന്ന് സൂറത്ത് ശൂറയിലെ 25 ആയത്തിൽ അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് തൻ്റെ അടിമകളിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ പോരായ്മകളെയും കുറവുകളെയും ന്യൂനതകളെയും അത് പരസ്യപ്പെടുത്താതെ അവഹേളിക്കാതെ അവനെ നശിപ്പിക്കാതെ അവനെ ഒരു മറയിൽ സംരക്ഷിച്ചു കൊണ്ടുപോവുക എന്നുള്ളത്. അതുകൊണ്ട് അത് വിശ്വാസികളെ നമ്മളുടെയും ഒരു സ്വഭാവമായിരിക്കണം. നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തും സംഭവിച്ച കാര്യങ്ങളൊക്കെ അത് എടുത്തു പറഞ്ഞ് അതൊരു സന്തോഷമായി പറഞ്ഞ്, ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, ജാഹിലിയത്തിൽ അങ്ങനെ ആയിരുന്നു, അങ്ങനെ തൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് രസിച്ച് ഇന്നിപ്പോൾ അൽഹംദുലില്ലാഹ് ആദർശത്തിലേക്ക് വന്നു
ഇന്ന് അതൊന്നുമില്ല എന്നൊന്നും ജനങ്ങളോട് പറഞ്ഞ് അവരെ തമാശകൽക്കരിച്ച് അങ്ങനെ ഒരു ആത്മീയമായ അനുഭൂതി നമ്മൾ നേടരുത്. അത് ദുഷിച്ച സ്വഭാവമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ. അള്ളാഹു അവന്റെ അടിമകളിൽ വന്നിട്ടുള്ള വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവന്റെ മഹത്തായ അഫ്വ് കൊണ്ട് പുറത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ, മുജാഹറത്ത് നടത്തിയ ആളുകൾക്ക് ഒഴികെ. എന്താണ് ജാഹറ മുജാഹിരീങ്ങൾ എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിനൽ മുജാഹറത്തി അൻ യഅമല അർ-റജുലു ബിൽ-ലൈലി അമല. ഒരാള് രാത്രിയുടെ സ്വകാര്യതയിൽ ഒരു തെറ്റ് ചെയ്യും. അത് അവന്റെ അടുത്തുനിന്ന് ബോധപൂർവ്വം സംഭവിച്ചതല്ല. ഇനി ബോധപൂർവ്വം സംഭവിച്ചാണെങ്കിൽ പോലും ഒരു പാപം അവൻ ഒറ്റയ്ക്കൊരു ചെയ്തു പോയി. സുമ്മ യുസ്ബിഹു, അങ്ങനെ നേരം പുലർന്നു. വഖദ് സതറഹുല്ലാഹു തആല, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ആ വലിയ തെറ്റ് അവന്റെ ഭാര്യക്കോ മക്കൾക്കോ ഒന്നും കാണിച്ചു കൊടുത്തില്ല. അല്ലാഹ് മറച്ചു വെച്ചു. പക്ഷെ ഇവൻ ഈ മറച്ച വെച്ച കാര്യമൊന്നും വില കാണാതെ അഹങ്കാരവും ഗർവും നടിച്ച് അവൻ ആ രാത്രി ചെയ്ത ആ തെറ്റ് അവൻ പറയും, ഫഖദ് അമിൽതുൽ ബാരിഹ കദാ വകദാ, ഞാൻ ഇന്നലെ ഇങ്ങനെ വീഴ്ച ഇന്നിങ്ങനെ തെറ്റിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി എന്ന് അവന്റെ കൂട്ടുകാരോടും സ്വന്തക്കാരോടും വെളിപ്പെടുത്തും. പക്ഷേ പക്ഷെ അല്ലാഹ് ആർക്കും കാണിച്ചു കൊടുക്കാതെ വെളിപ്പെടുത്താതെ അവന്റെ മാന്യത അല്ലാഹ് കാത്തു. പക്ഷേ അവന് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധവും ഗാംഭീര്യവും അറിവുമില്ലാതെ തന്റെ കൂട്ടുകാർക്ക് തമാശയായി അവർ ചിരിക്കാൻ വേണ്ടി ആ ചെയ്ത തെറ്റിന് അവൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമെന്നാണ്. അത് വലിയ തെറ്റ്. അവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കൂല എന്നാ പറഞ്ഞത്. അവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കൂല എന്ന് പറഞ്ഞത്. കാരണം ചെയ്ത തെറ്റ് അത് പിന്നീട് ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന, അത് പരസ്യപ്പെടുത്തുന്നവർക്ക് അല്ലാഹ് മാപ്പ് കൊടുക്കൂല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അള്ളാഹുവിന്റെ ആ സിത്തീറിന്റെ നാമമാണ്. അത് അല്ലാഹ് തന്നെ വിചാരിച്ചാൽ നടക്കും. പക്ഷെ അള്ളാഹു അവനെ കാത്തു, അവനക്ക് സാവകാശം കൊടുത്തു, തൗബയും ഇസ്തിഗ്ഫാറും നടത്താനുള്ള അവസരം കൊടുക്കണം. പക്ഷെ അവനത് മനസ്സിലാക്കാതെ അത് പിറ്റേ ദിവസം പറഞ്ഞു കൊടുക്കുന്ന ഒരു ആളാണെങ്കിൽ അവനക്ക് അല്ലാഹു മാപ്പ് കൊടുക്കൂല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും കുറവുകളും പോരായ്മകളും ഉണ്ട്. പക്ഷേ മറ്റുള്ളവരുടെയും ജീവിതത്തിലും കുറവുകളും പോരായ്മകളും ഉണ്ട്. അതും നമ്മൾ മറച്ചു വെക്കണം, അതും വെളിപ്പെടുത്തരുത്. മറ്റുള്ളവരുടെ അഭിമാനവും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ഒരാൾ ഒരു മുസ്ലിമിന്റെ ന്യൂനതകളും കുറവുകളും പോരായ്മകളും കണ്ടു, ബോധ്യപ്പെട്ടു, പക്ഷെ അവൻ അത് മറച്ചു വെച്ചു. സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഇവന്റെയും പോരായ്മകളും കുറവുകളും അല്ലാഹു സുബ്ഹാനഹു തആല മറച്ചു വെക്കുമെന്നാണ്. വളരെ അടിവരട്ട് ഹദീസാണ്. നമ്മുടെ മുസ്ലിങ്ങൾ സഹോദരങ്ങളിൽ പല വീഴ്ചകളും പോരായ്മകളും കുറവുകളും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അവൻ ഒരു കാരണവശാലും അവന്റെ മാന്യത കളഞ്ഞു പോകുന്ന, അവന്റെ ഇസ്സത്ത് പോകുന്ന, അവന്റെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ അവന്റെ കുറവുകളും പോരായ്മകളും നമ്മൾ വെളിപ്പെടുത്തിയാൽ അത് അവനോട് ചെയ്യുന്ന വലിയ തിന്മയാണ്. അവന്റെ അഭിമാനമാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അത് മറച്ചു വെക്കുമെന്നാണ്. ഒരാളുടെ ന്യൂനതകളും പോരാ നമ്മൾ ഒളിപ്പിച്ചു വെച്ചാൽ, അത് പുറത്തേക്ക് രഹസ്യം പരസ്യമാക്കാതിരുന്നാൽ. വേറെ പറഞ്ഞു, ലാ യസ്തുർ അബ്ദുൻ അബദാ ഫിദ്ദുനിയ. ഒരു അടിമ മറ്റൊരു അടിമയുടെ കുറവുകളും പോരായ്മകളും മറച്ചു വെച്ചാൽ ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ പോരായ്മകളും കുറവുകളും അല്ലാഹ് മറച്ചു വെക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ നജ്വനെ കുറിച്ച് എന്താ പറഞ്ഞത്? നജ്വ എന്ന് പറഞ്ഞാൽ നാളെ എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. പക്ഷെ ചില ആളുകൾ അള്ളാഹു ഒറ്റക്ക് വിളിച്ചു വളരെ സ്വകാര്യത്തിൽ
കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാളിന്റെ അന്ന് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളടക്കം നാളെ റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി നഫ്സി നഫ്സി എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് യൗമ തുബ്ല സറായിർ, ഇന്ന് നമ്മൾ ആർക്കും കാണാതെ മറച്ചു വെച്ച എല്ലാ തിന്മകളും പരസ്യമാകും ദിവസം എന്ന് സൂറത്ത് ത്വാരിഖിൽ അല്ലാഹ് പറഞ്ഞു. യൗമ തുബ്ല സറായിർ, എല്ലാ രഹസ്യങ്ങളും എല്ലാ കുറവുകളും എല്ലാ വീഴ്ചകളും എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ പരസ്യമാക്കപ്പെടുന്ന ദിവസം ചില ആളുകൾ അള്ളാഹു സ്വകാര്യമായിട്ട് സംസാരിക്കും. അതേക്കുറിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, അള്ളാന്റെ റസൂല് നജ്വനെ കുറിച്ച് എന്താ പറഞ്ഞു? നജ്വ എന്ന് പറഞ്ഞാൽ സ്വകാര്യ സംഭാഷണം എന്നാണ്. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിന്ന് ഒരു നജ്വയെ കുറിച്ച് കേട്ടു. എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ യുദ്നി അൽ മുഅ്മിന, അള്ളാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് ഓരോ മനുഷ്യന്മാരും ചോദ്യം ചെയ്യുമ്പോൾ ചില വിശ്വാസിയെ വിളിച്ച് അള്ളാഹു ചേർത്ത് നിർത്തുന്നതാണ്, അടുപ്പിക്കുമെന്ന്. ഇന്നല്ലാഹ യുദ്നി അൽ മുഅ്മിന ഫയളഉ അലൈഹി കത്ഫഹു, എന്നിട്ട് അള്ളാഹു അവന്റെ മഹത്തായ പാർശ്വം കൊണ്ട് ഒരു മറസി ഉണ്ടാക്കുമെന്നാണ്. അവനും അള്ളാഹു ചേർത്ത് വെച്ചിട്ട് പിന്നെ അവന് ചുറ്റും ഒരു മറ അള്ളാഹു ഉണ്ടാക്കുമെന്നാണ്. എന്നിട്ട് അള്ളാഹ് പറയും, ഫയഖൂലു അതഅരിഫു ദംബ കദാ അതഅരിഫു ദംബ കദാ, പിന്നെ അവൻ ചെയ്തു കൂട്ടിയ ദുനിയാവിലുള്ള അവന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള കർമ്മരേഖ അവന്റെ മുമ്പിൽ അള്ളാഹ് കാണിച്ചു കൊടുത്ത് ചോദിക്കും, ഇതൊക്കെ നീ ചെയ്തിട്ടില്ലേ? ഇതൊക്കെ വളരെ സ്വകാര്യത്തിൽ അള്ളാഹു അവനിലേക്ക് ചേർത്ത് വെക്കുന്നു. എന്നിട്ട് അവർക്ക് ചുറ്റും അള്ളാഹ്ക്ക് ചുറ്റും അവനും ചുറ്റും എന്തൊരു മറ സ്ഥാപിക്കുന്നു. എന്നിട്ടൊരു പടപ്പും കാണാത്ത രൂപത്തിൽ അള്ളാഹു അവൻ ചെയ്തു കൂട്ടിയ ദുനിയാവിലെ ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുത്തു പറയും, അതഅരിഫു ദംബ കദാ വകദാ, ഇതൊക്കെ നീ ചെയ്തതല്ലേ? വീണ്ടും ചോദിക്കും, അതഅരിഫു ദംബ കദാ വകദാ, ഇതൊക്കെ നീ ചെയ്തതല്ലേ? ഈ അടിമ പറയും, ഫയഖൂലു നഅം ഐ റബ്ബി, എല്ലാം ശരിയാണ് അല്ലാഹ്, ഇതിലൊന്നും കുറക്കാനില്ല, ചെയ്ത തന്നെയാണ്. അവൻ അംഗീകരിച്ചു കഴിഞ്ഞു. അവൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി ഒരു എക്സ്ക്യൂസും ഇല്ല, ഞാനിതാ നരകത്തിലേക്ക് പോകാൻ പോവാണ്, നശിച്ചു പോയിട്ടുണ്ട്. റബ്ബിന്റെ മുമ്പിൽ ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകൾ റബ്ബ് എനിക്ക് കാണിച്ചു തന്നു, ഞാനത് സത്യമായി അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി റബ്ബ് തീരുമാനിക്കുക, അതിന്റെ പേരിൽ ഞാൻ ശിക്ഷയെ അനുഭവിക്കേണ്ടി വരും, നശിക്കേണ്ട നരകത്തിലായി തീരും എന്നൊക്കെ അവൻ മനസ്സിൽ കാണുമ്പോൾ അല്ലാഹ് പറയും, ഖാല സതർതുഹാ അലൈക, ദുനിയാവിൽ നിനക്കറിയോ, നീ വിശ്വാസിയായി ഈമാൻ ധരിച്ച് ഈ ആദർശത്തിൽ ജീവിക്കുമ്പോൾ നിന്റെ സ്വകാര്യ ജീവിതത്തിൽ പല തിന്മകളും തെറ്റുകുറ്റങ്ങളും കണ്ടുകൊണ്ടും കാതുകൊണ്ടും നീ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് പല റീൽസും അതുപോലെ ഷോർട്സും മ്യൂസിക്കും എല്ലാം നീ സ്വകാര്യ ജീവിതത്തിൽ കണ്ടു, അത് ആസ്വദിച്ചു. പക്ഷേ നിന്നെ ഇഷ്ടപ്പെടുന്ന, നിന്നെ വിശ്വസിക്കുന്ന, നിനക്ക് സ്വാധീനമുള്ള ആളുകളുടെ മുമ്പിലൊന്നും ദുനിയാവിൽ അത് കാണിച്ചു കൊടുത്തില്ല, മറച്ചു വെച്ചു. ഇന്ന് ഇതെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരാനുള്ള പറയാം, സമാധാനം. എന്നിട്ട് അവൻ ചെയ്ത തിന്മകളെല്ലാം നന്മയാക്കിയ സുഹൃതത്തിന്റെ ഗ്രന്ഥം അവന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ എങ്ങനെയാ? അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. വീഴ്ചകളും പോരായ്മകളും കുറവുകളും സംഭവിക്കും. ആ സംഭവിക്കുമ്പോൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് പാപമോചനം തേടുക. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ അടുത്തു നിന്നും, വിശ്വാസി ജീവിതത്തിൽ നിന്നും വീഴ്ചകളും പോരായ്മകളും കാണും, അതൊന്നും പരസ്യപ്പെടുത്തുകയും ചെയ്യരുത്. അങ്ങനെ ജീവിക്കണം, അവർക്കാണ് ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഒരാളുടെ ന്യൂനതയും കുറവും വീഴ്ചകളും തേടിങ്ങനെ നടന്ന് അത് സ്കെച്ച് ചെയ്ത് ഒപ്പിയെടുത്ത് അതിങ്ങനെ മറ്റുള്ളവരെ ഇകഴ്ത്താൻ വേണ്ടിയും അവന്റെ മാന്യത ഇല്ലാതാക്കാൻ കഴിയും വേണ്ടിയിട്ടും അങ്ങനെ ഒരാളുടെ പിന്നാലെ ഒരാൾ നടക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ മഅശറ മൻ ആമന ബിലിസാനികി വലം യദ്ഖുലിൽ ഈമാന ഖൽബു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് മുസ്ലിമായി പുതു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള നാവ് കൊണ്ട് അംഗീകരിച്ചുള്ളൂ, ഈമാൻ കൽബിലേക്ക് കയറിയിട്ടില്ല. അങ്ങനെയുള്ള പല ആളുകളുടെയും സ്വഭാവം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ പരസ്പരം
പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർക്കിടയിൽ വിദ്വേഷവും വൈരാഗ്യം ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. കാരണം അവർ ഈ ഇസ്ലാം നാവുകണ്ടേ പറഞ്ഞിട്ടുള്ളൂ, അവർ എന്തുകൊണ്ട് പറഞ്ഞിട്ട് ഹൃദയം കൊണ്ട് അംഗീകരിച്ചിട്ടില്ല. അങ്ങനത്തെ കുറെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഅതാബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളുടെ പിന്നാലെ നടന്ന് അവരെ ഈബത്തും നമീമത്തും കുറവുകളും പോരായ്മകളും കണ്ടെത്തി അത് പരസ്യപ്പെടുത്തുന്ന ആളുകളായി മാറരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോട് പറഞ്ഞു. വലാ തത്തബിഉ ഔറാതിഹിം, മുസ്ലിങ്ങൾക്കിടയിൽ വീഴ്ചകളും പോരായ്മകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും, അതും തേടി അവരുടെ പിന്നാലെ നിങ്ങൾ ഒരു ക്യാമറ കണ്ണ് പോലെ പോകരുത്, നമ്മളെ ഭാഷ പറയുകയാണെങ്കിൽ. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹു മൻ യത്തബിഉ ഔറാതിഹിം, ഒരാൾ ഇതൊന്നും കേൾക്കാതെയും അംഗീകരിക്കായും തൻ്റെ സഹോദരനായ ഒരു മുസ്ലിമിന്റെ പോരായ്മകളും അതുപോലെ തന്നെ അപരാധങ്ങളും കുറവുകളും തേടിപ്പോയി ഔറത്തുകൾക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കുറവുകളും പോരായ്മകളും തേടിപ്പോകുമെന്നാണ്. ആരെങ്കിലും ഒരാളുടെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെയെങ്കിലും കുറവുകളും പോരായ്മകളും തേടിപ്പോയി കഴിഞ്ഞാൽ യഫ്ലഹു ഫി ബൈത്തി, അവന്റെ വീട്ടിൽ ഡോറടച്ച് വീട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചു കഴിഞ്ഞാലും ഇവന്റെ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും പോരായ്മ ജനങ്ങൾ മധ്യത്തിൽ കൊണ്ടുവന്ന് ഇവനെ വഷളാക്കുമെന്നാണ്. അതുകൊണ്ട് വല്ല ശ്രദ്ധിക്കണം, വിശ്വാസികൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആരുടെയെങ്കിലും ന്യൂനതകളും പോരായ്മകളും കുറവുകളും തേടിപ്പോയി അവനെ വഷളാക്കാനും ജനങ്ങൾക്കിടയിൽ അവന്റെ വില കളയാനും വേണ്ടി പിന്നാലെ പോയാൽ അള്ളാഹു ഈ പോയവന്റെ പിന്നാലെ അവന്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു കൊണ്ടുവരിഞ്ഞ അവൻ വീട്ടിന്റെ ഉള്ളിൽ ഡോറടച്ച് കിടന്നാലും ശരി അവന്റെ രഹസ്യങ്ങൾ അള്ളാഹ് പുറത്തു കൊണ്ടുവരുമെന്നാണ്. വളരെ അടിവരട്ട് പഠിക്കേണ്ട ഹദീസാണ്. അതുകൊണ്ട് ശുദ്ധ ഖുർആൻ അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിശതു ഫില്ലദീന ളലമു ആമനു, തീർച്ചയായും വിശ്വാസികളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ അത് പരസ്യപ്പെടുത്താൻ വേണ്ടി അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഷ്പ്രവൃത്തി അത് ജനങ്ങളുടെ മധ്യത്തിൽ പ്രചരിപ്പിച്ച് അങ്ങനെ അതിൽ ആനന്ദം കൊള്ളുന്ന ആളുകളുണ്ട്. ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും കഠോരമായ ശിക്ഷയാണ് അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ള. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, നിങ്ങളൊന്നും അറിയുന്നില്ല. സൂറത്തു നൂറിലെ 19-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് നമ്മൾ ഏറെ പഠിക്കേണ്ട ഒരു അള്ളാഹുവിൻ്റെ ഇസ്മാണ് അസ്സത്തീർ എന്നുള്ളത്. അള്ളാഹു നമ്മളുടെ കുറവുകളും പോരായ്മകളും മറച്ചു വെക്കുന്നവന്റെ പ്രത്യേകമായ ഹിക്മത്ത് കൊണ്ടും കനിവ് കൊണ്ടും നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പോരായ്മകളും കുറവുകളും ന്യൂനതകളും ഉണ്ടാകാം. പക്ഷേ അതിന് പിന്നാലെ പോയി അവരെ വഷളാക്കുന്നൊരു രൂപം ഉണ്ടാകരുത്. കാരണം റബ്ബ് നമ്മളെ മറപ്പിച്ച് നമ്മളുടെ പോരായ്മകളും കുറവുകളും ഒളിപ്പിച്ച് മറച്ച പോലെ മറ്റുള്ളവരുടെയും അന്തസ്സും അഭിമാനവും അത് പിച്ച് ചീന്തുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫസ്തഗ്ഫിറൂ മിൻ കുല്ലി ദംബ് ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുക. ഇനി അള്ളാഹു നമ്മുടെ നഗ്നത അത് മറച്ചു വെക്കാൻ വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും ആ രക്ഷാതേട്ടം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും നമ്മൾ ദിനേന ചൊല്ലേണ്ട ദിക്റുകളിൽ ദുആയിൽപ്പെട്ട ഒരു ദുആവും ദിക്റുമാണ് അത്. നമ്മൾ പ്രത്യേകം ചിലപ്പോൾ ചൊല്ലുന്ന ആളുകളായിരിക്കും. അള്ളാഹുവിനോട് മറ തേടിക്കൊണ്ടുള്ളൊരു ദുആ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ചൊല്ലാറുണ്ടായിരുന്നു. അതൊരു ചൊല്ലാത്തൊരു നിമിഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇടക്കല്ല,
എപ്പോഴും ചൊല്ലാറുണ്ടായിരുന്നു. ആ ദുആ ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നിന്നോട് അഫുവും ആഫിയത്തും, മാപ്പും സൗഖ്യവും നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നാണ്. അല്ലാഹു ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദീനി. അല്ലാഹുവേ, എൻ്റെ ദീനിൽ, എൻ്റെ ആദർശത്തിൽ നീ എനിക്ക് സൗഖ്യവും മാപ്പും നൽകണമേ. വദുനിയാ, എൻ്റെ ദുനിയാവിൽ, വഹലി, എൻ്റെ കുടുംബത്തിൽ, വമാലി, എൻ്റെ സമ്പത്തിൽ. അല്ലാഹുമ്മസ്തുർ ഔറാത്തി. അല്ലാഹുവേ, നീ എൻ്റെ നഗ്നത മറക്കണമേ. എൻ്റെ ന്യൂനത, എൻ്റെ ജീവിതത്തിൽ വീഴ്ചകളും പോരായ്മകളും സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കാം, അതെല്ലാം നിനക്കറിയാം. അതുകൊണ്ട് അതെല്ലാം നീ മറക്കണേ എന്ന്, ആരും കാണാതെ മറച്ചു വെക്കണേ എന്ന്. ആമിൻ റൗആത്തി. ഞാൻ പല കാര്യങ്ങളിലും മാനസികമായ ബേജാറിലാണ്, വിഷമത്തിലാണ്, പേടിയിലാണ്. അതിൽ നിന്നെല്ലാം നീ എനിക്ക് നിർഭയത്വം തരണേ. പേടിയില്ലാത്തൊരവസ്ഥ നീ എനിക്ക് നൽകണേ. അല്ലാഹുമ്മ ഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി. അല്ലാഹുവേ, നീ എൻ്റെ മുന്നിലൂടെയും പിന്നിലൂടെയും വലത് ഭാഗത്തിലൂടെയും ഇടത് ഭാഗത്തിലൂടെയും മുകളിലൂടെയും വരുന്ന എനിക്കേൽക്കാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും നീ എന്നെ സംരക്ഷിക്കണമേ എന്നാണ്. അതുപോലെ ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന, ഭൂമി തുരന്ന് അടിയിലേക്ക് പോകുന്ന, ഭൂഗർഭത്തിലേക്ക് ആഴ്ന്നു പോകുന്ന പല ശിക്ഷകളും ഭൂമിക്കടിയിൽ നിന്ന് വരാനുണ്ട്. അത് നിന്റെ മഹത്തായ അളമത്ത് കൊണ്ട് അതിൽ നിന്നും നീ എന്നെ സംരക്ഷിക്കണം. ആലോചിക്കും, 6 ഭാഗത്തിലൂടെയാണ് നമുക്ക് അപകടങ്ങൾ വരിക. ഒന്ന് മുന്നിലൂടെ, അല്ലെങ്കിൽ പിന്നിലൂടെ, അല്ലെങ്കിൽ വലത് ഭാഗത്തിലൂടെ, അല്ലെങ്കിൽ ഇടത് ഭാഗത്തിലൂടെ, അല്ലെങ്കിൽ മുകളിലൂടെ, അല്ലെങ്കിൽ താഴിലൂടെ. ഈ 6 ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അപകടങ്ങളിൽ നിന്നും അത് എങ്ങനെയാണ് വരികയെന്നും അതിനെ സംരക്ഷിക്കുവാനുള്ള കഴിവുള്ളവൻ അല്ലാഹ് മാത്രമാണ് എന്നാണ് ഈ ദുആയിലൂടെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ ദുആ നമ്മൾ പഠിക്കണം. കേട്ടാൽ മാത്രം പോരാ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിക്കാറില്ലായിരുന്നു എന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്ത ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ ദുആ രാവിലെയും വൈകുന്നേരവും ചൊല്ലാത്തൊരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കണം. ഇന്ന് വൈകുന്നേരത്തെ ചൊല്ലേണ്ട അദ്കാറുൽ മസായിൽ, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ ഇത് ഉണ്ട്, ഒരു തവണ ചൊല്ലാൻ. അപ്പോൾ ഇത് ചൊല്ലുമ്പോൾ മനസ്സിൽ തൊട്ട് ചൊല്ലണം. അതുകൊണ്ട് മുഴുവൻ മേഖലകളിൽ നിന്നുള്ള സംരക്ഷണം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള നേർച്ചകളും പോരായ്മകളും അത് അള്ളാഹ് മറച്ചു വെക്കണേ. ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് പരസ്യപ്പെടുത്തരുത്, എന്നെ അഭാസനാക്കരുത്, അവഹേളിക്കരുത്, നിന്ദിനാക്കരുത് എന്നും അല്ലാഹുമ്മസ്തുർ ഔറാത്തി എന്നുള്ള ദുആയിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദുആയിലൂടെയും അതുപോലെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോഴാണ് അള്ളാഹിനെ കുറിച്ചുള്ളൊരു ഗാംഭീര്യവും അവനോടുള്ള സ്നേഹവും അവന്റെ മഹത്വവും അവനോടുള്ള ആദരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. കേവലം അള്ളാഹ് എന്ന് മാത്രം പഠിച്ചാൽ പോരാ. അള്ളാഹ്ക്ക് അസ്മാഉകൾ ഉണ്ട്, സിഫാത്തുകൾ ഉണ്ട്. അതിലൂടെയാണ് അള്ളാഹുവിനെ നമ്മൾ കൂടുതൽ അറിയുക. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കുവാനും അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുവാനുമുള്ള മഹത്തായ തൗഫീഖ് റഹ്മാൻ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഗഫൂറും അഫാറും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരൻ, നമ്മളുടെ ഈ പള്ളിയിലേക്ക് സ്ഥിരമായി പള്ളിയിലേക്ക് നമസ്കാരത്തിനും ജുമഅക്കൊക്കെ വരുന്ന ഒരു സഹോദരി, പെട്ടെന്ന് ആ സഹോദരിക്ക് ഒരു പരീക്ഷണാർത്ഥം ആ സഹോദരിയുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുകയും കണ്ണ് കാണാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കഴിയുന്നത്. നമ്മളെല്ലാവരും ആ സഹോദരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറിക്കിട്ടി പൂർണ്ണമായി കാഴ്ച ശക്തി ഉള്ള ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീക്ക് ഉള്ള ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ആത്മാർത്ഥമായ ആ സ്ത്രീക്ക് പെട്ടെന്ന് ശിഫ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا المتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك.
اللهم يا مسرف القلوب صرف قلوبنا على طاعتك. اللهم ربنا تقبل منا دعاءنا وصلاتنا وركوعنا وسجودنا وسائر أعمالنا يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.